ഗിഫ്റ്റ് എത്തി, ബർത്ത്ഡേ ഗിഫ്റ്റ് എത്തി. താങ്ക് യു. എന്നോടല്ല, ഗിഫ്റ്റ് അയച്ചാക്ക് കൊടുക്കണം. താങ്ക് യു. അപ്പോൾ ഇത് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഞാനൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. പെരുമൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. വീട്ടിൽ ഫുഡൊക്കെ വെച്ചിട്ടിരിക്കുമ്പോൾ അതിനൊരു കോൾ വന്നത്, ഒരു കൊറിയർ വന്നിട്ടുണ്ട്, കളക്ട് ചെയ്യാൻ വരണേന്ന് പറഞ്ഞു. നമ്മുടെ വീടിൻ്റെ അവിടേക്ക് ഡെലിവറി ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് 2 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പകുതി വരെ ബൈക്കിൽ പോയിട്ട് പിന്നെ നല്ലൊരു നടക്കണം. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോ കേട്ടോ. സംഭവം ലിജിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നതാണ്. എനിക്ക് കോൾ വന്നപ്പോൾ തന്നെ ലിജി മനസ്സിലാക്കി ലിജിക്കുള്ള ഗിഫ്റ്റാണെന്ന്. അപ്പോൾ ആ ഗിഫ്റ്റിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണെന്നൊക്കെ ഉള്ള കാണിക്കാം. അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഇന്നത്തെ പോകുന്ന കാഴ്ചകളും കാണിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ നമ്മുടെ പെരുമണാണ് വന്നത് കേട്ടോ. ഇവിടെ പാലം പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ജങ്കാർ ദേ പോകണം കേട്ടോ. ദേ ദൂരെ കൂടെ ജങ്കാർ പോകുന്നുണ്ട്. ജങ്കാറിൽ പോകാനുള്ള വണ്ടികളൊക്കെ ദേ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ജങ്കാറിൻ്റെ കടവ്. നമ്മുടെ ലിജിക്കൊച്ചു വീട്ടിലാട്ടോ. ലിജിക്കൊച്ചു അമ്മയുണ്ട് വീട്ടിൽ. ഞാനിതേ ആ കാണുന്ന പാലമില്ല, ആ കാണുന്ന പാലത്തെ കൂടെ കയറി ആ അറ്റത്ത് ചെന്നിട്ട് കുറച്ച് അപ്പുറത്ത് മാറിയൊരു ഷോപ്പുണ്ട് കേട്ടോ. ആ ഷോപ്പിലാണ് നമുക്ക് കൊറിയർ വന്നിരിക്കുന്നത്. അവിടെ പോയി അത് എടുത്തിട്ട് വീട്ടിലോട്ട് വരണം. അതാണ് പ്ലാൻ കേട്ടോ. നമ്മുടെ പെരുമൺ പാലത്തെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി നമ്മൾ പോയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവഴി അപ്പുറത്തോട്ട് വഴിയുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു എളുപ്പത്തിന് ഇതുവഴിയൊക്കെ പോവാം. ഒരു നല്ല രസം കേട്ടോ. അതിലെ കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാൻ പറ്റും. ഇതുവഴി ഈ സൈഡിൽ കൂടി ഇങ്ങനെ വഴിയുണ്ട് കേട്ടോ. ആൾക്കാർ വീടിൻ്റെ സൈഡൊക്കെയാണ്. ഇവിടെ ഒരു അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ മറ്റേ വായനയൊക്കെ ഉണ്ട് കേട്ടോ. ഭാഗവത പാരായണവും അങ്ങനെയൊക്കെ വായിക്കും കേട്ടോ. ഇവിടെയൊക്കെ വന്നിട്ട് തന്നെ ഈ സൈഡ് ചൂണ്ടയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാം. നല്ലൊരു സ്പോട്ടല്ലേ. ഇവിടെ വീൽ ചെയർ ഇവിടെയൊക്കെ വരികയൊക്കെ ചെയ്യും. അത്യാവശ്യം ഇവിടെ ഇതിനൊക്കെ ചൂണ്ടയിട്ടാൽ കിട്ടുകയും ചെയ്യും കേട്ടോ. പറ്റുമെങ്കിൽ ഇപ്പം വൈകുന്നേരം ലിജിയായിട്ടൊന്ന് വരണം ചൂണ്ടയിടാനായിട്ട്. നോക്കാം, വന്ന് ചൂണ്ടയിട്ട് നോക്കാം ഈ ഭാഗത്തൊക്കെ. തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഉണ്ടാവും. പണ്ട് അമ്മ ഇതുവഴി പോകുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ വാങ്ങിക്കാനായിട്ട് പോകുന്നൊരു വീഡിയോ. നല്ല സൗണ്ട് ഉണ്ടാവും കേട്ടോ. ആ ഒരു അമ്പലത്തിലെ തൊട്ടടുത്ത അമ്പലം കേട്ടോ. ഒരു പുളിയൊക്കെ ഉണ്ട് ഇവിടെ. പുളിയൊന്നും ഇല്ല. ആ പുളിയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പുളി ഉണ്ടല്ലോ. ഒരെണ്ണം കിട്ടിയാതെ ചവച്ചുകൊണ്ട് പോരുന്നു. തറയിലൊന്നും പുളി കാണുന്നില്ല. സാധാരണ പുളി തറയിലൊക്കെ കാണേണ്ടതാണ്. ഒരെണ്ണം പോലും കാണുന്നില്ലല്ലോ. ഒരെണ്ണം കിടപ്പുണ്ട്, പക്ഷെ കേടായല്ലോ. ഒരുപാട് പഴക്കമുള്ള പുളിയാന്ന് തോന്നുന്നു. അമ്പോ അടിപൊളി. അടിപൊളി കേട്ടോ, ഒന്നും പറയില്ല. കണ്ടപ്പോൾ തന്നെ മറ്റേ വായിക്കൂടെ വെള്ളം എടുക്കുന്നത്. നല്ല ഉണങ്ങിയ വായിക്കൂടെ വെള്ളം വരുന്നത്. നല്ല പൊട്ടിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ പൊട്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്കൊന്നും കടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതിനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ. നല്ല സ്വയംഭം പുളി കേട്ടോ, ഒന്നും പറയില്ല. ഇതിങ്ങനെ എടുക്കാം. ഒരു രക്ഷയില്ലാത്ത പുളി. അതിന്നാ പറ്റില്ല കേട്ടോ. മുടിഞ്ഞ പുളി. അയ്യോ, ഇവിടെയൊക്കെ ഈ കായലിലെ വേസ്റ്റുകളൊക്കെ കിടക്കുന്നുണ്ടാവും. ഈ വേലിയേറ്റം കയറിയ സമയത്ത് കായലിൽ നിന്ന് ഭയങ്കര പുളി. കായലിൽ നിന്ന് വേസ്റ്റ് കയറി വരുന്ന കേട്ടോ. ഇതൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ ഏറ്റവും കയറുമ്പോൾ വേസ്റ്റ് കയറി കിടക്കുന്നതാണ്. നമുക്കിനി ഇതൊരു ചവിട്ടി ഇതാണ് കേട്ടോ വഴി. പണ്ട് ഇതുവഴി ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പുറത്തോട് റോഡ് നോക്കും. ഇപ്പം എല്ലാവരും അതുവഴിയൊക്കെ കേട്ടോ.
അയ്യോ, ഞാനിപ്പോൾ സൗണ്ടൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാട്ടോ, കുറച്ചുകൂടെ ഒച്ചത്തിൽ പറയാൻ കരുതി. അവിടെ നിന്ന് നടന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കള്ള് ഷാപ്പുണ്ട് കേട്ടോ. പണ്ടത്തെ ഒരു ഷാപ്പാണ് കേട്ടോ. ഇവിടെ കുഞ്ചിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ അറിയാൻ കേട്ടോ. ആർക്കെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കിക്കോ, കൊഞ്ചിൻ്റെ കുഞ്ഞാണ് കേട്ടോ കാണുന്നത്. കാണാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ നല്ല രീതി നോക്കണം. അപ്പോൾ ഷാപ്പിൻ്റെ ഇത് പാചകപ്പുര, ഇത് ഷാപ്പിൻ്റെ ആൾക്കാർ കള്ളൊക്കെ അടിക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടെ മദ്യപാനമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയേക്കാം. നമുക്കിനി ഇതുവഴി കയറി മോളി ഇറങ്ങും. നമ്മളിപ്പോൾ അപ്പുറത്തെ വഴി വന്നാൽ ഇത് ആ വഴി ഇങ്ങോട്ട് വന്നേനെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർ ചൂണ്ടയിടാനും അങ്ങനെയൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പുറത്തെ അമ്പലത്തിലെ സൗണ്ട് കാരണേ ഞാൻ കുറച്ച് നേരം വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചതാ. ഇവിടെ ബൈക്ക് ഇരിക്കുന്നത് KL02 ഹിമാലയ കേട്ടോ, റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയ ബൈക്ക് ഇരിപ്പുണ്ട്. ഇവിടെ മൊത്തം മറ്റേതാ കേട്ടോ. ഞങ്ങളിത് ബദാങ്ക എന്ന് പറഞ്ഞ കേട്ടോ. വേറെ സ്ഥലത്ത് വേറെ പേരൊക്കെ പറയും, തല്ലിത്തേങ്ങ എന്നൊക്കെ പറയും കേട്ടോ ആൾക്കാർ. വേറെന്താ പേരൊക്കെ പറയും. ഇവിടെ ഫുള്ളാ ബദാമിൻ്റെ മരം കേട്ടോ. ഞങ്ങൾ ബദാം എന്ന് പറയുന്നത്. കായലിൽ നല്ല വെള്ളം ഉണ്ടെന്ന് കേട്ടോ. നല്ല വേലിയേറ്റം നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ചൂണ്ടയിട്ടാൽ നല്ല മീനൊക്കെ കിട്ടും. നമ്മൾ ചൂണ്ടയിടാൻ വന്നിരുന്നാലും എല്ലാം കിട്ടും കേട്ടോ. നോക്കാം, സമയം ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ലിജിയായിട്ട് വരാം. അപ്പോൾ ഈ സ്റ്റെപ്പൊന്ന് കയറി മുകളിലോട്ട് പോട്ടെ. ഈ സ്റ്റെപ്പ് മുകളിലോട്ട് കയറിയിട്ട് പാലത്തേക്ക് കയറണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ത്യൻ റെയിൽവേയുടെ പാലം. ഈ ഒരു കുറ്റി കണ്ടിട്ട് എന്തെങ്കിലും പറയാം കേട്ടോ. 143 കിലോമീറ്റർ, 141 കിലോമീറ്റർ. അപ്പോൾ ഇത് ട്രിവാൻഡ്രം റൂട്ട് പാലം. ആ കാണുന്നത് എറണാകുളത്തേക്കുള്ള പാലം കേട്ടോ, എറണാകുളം സൈഡിലേക്കുള്ളത്. ഇത് നമ്മൾ ഈ പാലത്തിൻ്റെ അങ്ങേയറ്റം ഇറങ്ങി ഒരുപാട് വീഡിയോകൾ നമ്മൾ ഈ പാലം കാണിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയുടെ വീഡിയോയിൽ ഒരുപാടുണ്ട് പാലം. പിന്നെ ഒരുപാട് പേര് ചോദിക്കട്ടെ ഈ പാലം എന്താ. ഈ പാലം വന്നാൽ നമ്മുടെ കൊറിയറുകാരെ നമ്മുടെ വീടിനവിടെ വരും കേട്ടോ. ഇതാ പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടം വരെ എത്തിയുള്ളൂ. ഇത് രണ്ടും കൂടെ ജോയിൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പാലം റെഡിയായി. ഇപ്പോൾ എന്തായാലും ഉടനെ റെഡി ആവത്തില്ല എന്നുള്ള മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് നടക്കാം. ഈ പാലം റെഡി ആയിരുന്നെങ്കിൽ ആ കൊറിയറുകാരനെ തപ്പി അവിടം വരെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ച് നേരം എന്തായാലും നടക്കട്ടെ. ഇനി അവിടെ ഈ പാലത്തിൻ്റെ അക്കരെ ഇറങ്ങിയിട്ട് പിന്നെ ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ അങ്ങോട്ട്. അപ്പോൾ പാലത്തിൻ്റെ അറ്റത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് ഇവിടെ എത്തി കേട്ടോ. ഇനി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ സൂക്ഷിച്ച് പോയില്ല. ട്രെയിൻ പെട്ടെന്ന് കയറി വന്നാൽ നമ്മൾ പടം ഇപ്പോൾ കേട്ടോ. അവിടെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയാണ് പോണേ. ഇനി ഇതുവഴി നമ്മൾ ഒരുപാട് തവണ പോയ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കടയിൽ ചെന്നിട്ട് ആ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ സംഭവം കണ്ടോ, ഈ ഗ്രില്ല്. ഞങ്ങൾ അവിടേക്ക് പാലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ റെയിൽവേ നമ്മളിപ്പോൾ കയറുന്ന പാലത്തെ കൂടി ഇതേക്കുള്ള ബൈക്കുകളൊക്കെ കയറ്റിക്കൊണ്ട് ആൾക്കാർ പോകും കേട്ടോ. അങ്ങനെ പോകുമ്പോൾ ട്രെയിനിൽ അപകടമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ. എന്നാലും ചിലരൊക്കെ കയറ്റി അത് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബൈക്കുകളൊക്കെ ഇവിടെ വെച്ചൊക്കെ നമ്മുടെ അപ്പുറത്ത് ജോലിക്ക് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ബൈക്കുകളൊക്കെ ആയിട്ടോ. ചിലപ്പോൾ അവർ ലേറ്റായിട്ടാകും പോകുന്നത് കേട്ടോ. അപ്പോൾ 8 മണി വരെ നമ്മുടെ ജങ്കാർ സർവീസ് ഉള്ളു. അത് കഴിഞ്ഞിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബൈക്ക് ആക്കരായി പോകില്ലേ. അല്ലെങ്കിൽ പിന്നെ കുണ്ട്ര വഴി കറങ്ങിയൊക്കെ പോകണം. അപ്പോൾ അത്രയും ദൂരം അവർ പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. പാലത്തിൻ്റെ പണിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഒരു പ്ലാസ്റ്റിക് പോലെ സാധനം കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ എല്ലാം നോക്കി പോകണമല്ലോ. എന്തോ ഒരു സാധനം കേട്ടോ, ഒരു സ്ലിപ്പർ കട്ട പോലെ സാധനം കേട്ടോ. അത് ഈ ചാക്കിനകത്ത് കൊണ്ട് ഇട്ടേക്കും. അതുകൊണ്ട് ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ ആരെങ്കിലും പറക്കൊണ്ട് വിൽക്കും. അത് റെയിൽവേയുടെ എന്തോ സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇരുമ്പാണ് കേട്ടോ. എന്നിട്ട് ആരും പറക്കൊണ്ട് പോയില്ല എന്നുള്ളതാണ് സത്യം. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് ഇരുന്നാൽ ആ കട കേട്ടോ, ഒരു പച്ചക്കറി കടയാണ് കേട്ടോ. ആ ചേട്ടൻ്റെ കടയിൽ പണ്ടൊക്കെ നമുക്ക് അറിയാം. ഇപ്പോൾ നമ്മുടെ അവിടെ ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ വരും കേട്ടോ. ഈ പർപ്പിൾ പോലത്തുള്ള സാധനത്തിനൊക്കെ അവരുടെ ചെറിയ ഡെലിവറി സിസ്റ്റമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഇനി അവർക്ക് അത്രയും അങ്ങോട്ടൊക്കെ വരുന്നത് ഭയങ്കര കോസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അവരിവിടെ ഡെലിവറി ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ വളരെ ഒരു മോശം ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ലിജിക്ക് ബർത്ത്ഡേക്ക് ഇനി കുറച്ച് ഗിഫ്റ്റ് കൂടെ വരാനുണ്ട്. നമ്മുടെ മെറീന എന്ന് പറഞ്ഞ ചേച്ചി ഒരുപാട് ഗിഫ്റ്റ് ലിജിക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ ബർത്ത്ഡേ ആയിട്ട്. അപ്പം ആ ഗിഫ്റ്റ് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. ലിജിയുടെ ബർത്ത്ഡേ നമ്മൾ എന്നിങ്ങനെ ആക്കുമെന്ന് വിചാരിച്ചില്ല.
എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ ഈ കാണുന്നൊരു ഷോപ്പിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു സാധനം വന്നേക്കുന്നത്, കൊറിയർ വന്നേക്കുന്നത്. ഈ ഒരു കറയെല്ലാം കൊടുത്തിട്ട് പോയേക്കുന്നത്. അപ്പം ഇതാണ് കേട്ടോ കൊറിയറുള്ള സാധനങ്ങൾ. അങ്ങനെ എന്നിട്ട് പൊട്ടിപ്പിച്ച് നോക്കാം. പർപ്പിൾ. അപ്പോൾ ഇവിടെ ഞാനൊക്കെ വണ്ടികൾ നിർത്തി വെച്ചേക്കുന്നുണ്ടോ. ആ കടയിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കുന്നത്. സാധനം അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണ് ഒരുപാട് കൊറിയറൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കിനി നേരെ വീട്ടിലോട്ട് എല്ലാം വീട്ടിലായിട്ട് രുചിക്കൊച്ചിനെ ജസ്റ്റ് ഒന്ന് ഒരുക്കിയിട്ട് കാണിക്കാൻ കേട്ടോ. നമ്മളിതേ അവിടെ നിന്ന് നടന്ന് ആ പാലം കയറി ഇറങ്ങി. അവിടുന്ന് കയറി ഇറങ്ങി നമ്മൾ ഇവിടെ എത്തി കേട്ടോ. ഇവിടെ ചേട്ടത്തോ വെള്ളം തോന്നിയപ്പോൾ നമ്മുടെ ജങ്കാർ പോകണം കേട്ടോ. ഒരു ട്രിപ്പ് കൂടെ വന്നിട്ട് അത് തിരിച്ചു പോയി. അപ്പോഴത്തേനും നമുക്ക് ഞാൻ ക്ഷീണിച്ചു കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നതാ. ഈ പോകുന്ന വഴിക്ക് അവിടെ കയറി സർവത്ത കുടിച്ചിട്ട് പോകാം കേട്ടോ. നല്ല പൊട്ട വെയിൽ. ആ വെയിലിൻ്റെ കൂടെ ഞാൻ ഇത്രയും ദൂരം നടന്നതിൻ്റെ കൂടെ ചെയ്തില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ക്ഷീണിച്ചു കേട്ടോ. നമ്മുടെ വണ്ടി ഇതുപോലെ അവിടെ ഇരിപ്പുണ്ട്. നേരെ വണ്ടി എടുക്കുക, പോവുക. അല്ലെങ്കിൽ അവിടെ ചായക്കടയിൽ നിന്ന് കയറണം. ഒരു കഴിക്കാൻ എന്തായാലും ഉണ്ടെങ്കിൽ ചായക്ക് വാങ്ങിയിട്ടും കൂടെ പോകട്ടോ. ഒരു ക്ലാവ് കയറി വഴി വട്ടം നിൽക്കുന്നുണ്ടോ. മാറാ, പോത്താണേ, പോത്തും കുട്ടി. അപ്പം നമുക്കിനി വീട്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പം കുറച്ച് വെയിറ്റിംഗ് ആണ്. ഇത് കാണാണ്ട് എത്തി ഗിഫ്റ്റ് എത്തി. ബർത്ത്ഡേ ഗിഫ്റ്റ് എത്തി. താങ്ക് യു. എന്നോടല്ല, ഗിഫ്റ്റ് അയച്ചാക്ക് കൊടുക്കണം. താങ്ക് യു അല്ലേ. ആ കൊണ്ടുപോയി തന്നതിനുള്ള ഗിഫ്റ്റാണ്. അല്ല അതാ പൊട്ടിച്ചാലോ നമുക്ക്. എന്തൊക്കെയാണോ എല്ലാവരും കാണിച്ചാലോ. ഒരു മിനിറ്റേ പൊട്ടിച്ച് വെച്ചേക്കാം. ഇനി ഇളക്കി എടുത്താൽ മതി എന്തൊക്കെ സാധനങ്ങളാണെന്നുള്ളത്. അപ്പോൾ ഈ വർഷത്തെ ലിജിയുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റുകൾ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാൻ പോയിട്ടോ. അച്ഛൻ കടയിൽ പോയാ. ഇനിയിവിടെ ഒരു ഗിഫ്റ്റ് കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ഇത് വെണ്ണ ചേച്ചി അയച്ച ഗിഫ്റ്റാട്ടോ. വെണ്ണ ചേച്ചി അയച്ച ഒരുപാട് ഗിഫ്റ്റുകളിൽ ഒരെണ്ണം ഇന്ന് വന്നു കേട്ടോ. ഓരോന്നായിട്ട് ലിജി ഓപ്പൺ ചെയ്ത് കാണിക്കും. അതിനതാ ജിക്ക് അറിയത്തില്ല കേട്ടോ പറയാനായിട്ട്. ഫൗണ്ടേഷനാ അല്ലേ? നോക്കട്ടെ, എന്നോട് നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. എടുത്ത് എൻ്റെ തരണം കേട്ടോ. ഇത് വെയ്റ്റ്ലെസ് ഫൗണ്ടേഷൻ, സീറോ ബ്ലെൻഡ്, മാഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കേട്ടോ സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അടുത്തെന്താ? മാഴ്സിൻ്റെ തന്നെയാണോ? മാഴ്സിൻ്റെ തന്നെ കാജല്, ഹോളോ ഫെയിം കാജൽ ഡിസൈൻ. കാജൽ മറ്റേ കൺമഷിയാണോ? കൺമഷി. ആ അടുത്തെന്താ നോക്കി നോക്കി പറയണേ. വൻ ഗിഫ്റ്റുകളാണ് കേട്ടോ. ബർത്ത്ഡേ ആയിട്ട് എനിക്ക് കോൾ അടിച്ചു എന്നാണ്. അപ്പോൾ ഫൗണ്ടേഷൻ തന്നെ ഇതാണ് കേട്ടോ. ഫൗണ്ടേഷൻ മാഴ്സ് സീറോ ബ്ലെൻഡ്. കൊള്ളാം കേട്ടോ ഈ സംഭവം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇതിങ്ങനെ ഞെക്കുമ്പോൾ വരും കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടല്ലോ? വന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഞെക്കുമ്പോൾ വരും കേട്ടോ. ഞാനാ അടുത്തെന്താ ചെയ്ത് നോക്കട്ടെ. സൺസ്ക്രീൻ അതോ മോയ്സ്ചറൈ അല്ലല്ല. അപ്പോൾ വന്നിട്ട് ഇത് അക്വാലോജിക്കയുടെ ഗ്ലോ സൺസ്ക്രീൻ ജെല്ലി കേട്ടോ. പപ്പായ അതിൻ്റെ വിറ്റമിൻ സി, ബ്രൈറ്റൻ ഹൈഡ്രേറ്റ്. അടുത്തെന്താ? തുറന്ന് നോക്കണോ? തുറന്ന് നോക്കാം, ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ സൺസ്ക്രീൻ വന്നിട്ട്. ഇതാണ് ചെറിയൊരു ബോട്ടിൽ പോലെയാണ് കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കൊള്ളാം ഐറ്റം. കൊള്ളാം. സ്പ്രേ ചെയ്യണ്ട. അപ്പോൾ ക്രീമാണ് ഇറങ്ങി വരും. അടുത്തെന്താ? ഈയുടെ ബർത്ത്ഡേക്ക് തിളങ്ങാനുള്ളത് കേട്ടോ. അടുത്തെന്താ? ബ്രഷ് നോക്കട്ടെ. അത് മാഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കേട്ടോ.
ഈ നമ്മുടെ ഇത് മുഖമൊക്കെ തൂക്കുന്ന വൃത്തിയാക്കുന്ന സാധനങ്ങൾ. എന്താ സാധനം? മോയ്സ്ചറൈസർ. എവിടെ നീ വായിച്ചേ? മോയ്സ്ചറൈസർ. അക്വാലോജിക്കാന്ന് പറഞ്ഞ തന്നെ കമ്പനിയുടെ മോയ്സ്ചറൈസർ. ഇത് പൊട്ടിക്കണം വേണ്ടല്ലോ, പൊട്ടിച്ച് നോക്കാം. മോയ്സ്ചറൈസർ കണ്ടപ്പോ എനിക്കൊരു ചിരി ഉണ്ടാ. എന്തായാലും നല്ലൊരു കളർ കേട്ടോ. ഇത് കേട്ടോ, അടിപൊളി കേട്ടോ. മോയ്സ്ചറൈസർ അക്വാലോജിക്കാന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കേട്ടോ. ഹൈഡ്രാജൽ മോയ്സ്ചറൈസർ. ഇത് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ഫസ്റ്റ് ഇടുന്നതാണ് കേട്ടോ സാധനം. അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ലിജിക്ക്. പ്രൊഫഷണലായിട്ട് ലിജിക്ക് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ചു തന്നെയാണ് കേട്ടോ, ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. ലിജി എൻ്റെ അടുത്ത് ഇങ്ങനെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ലിജിക്ക് ബർത്ത്ഡേക്ക് മേക്കപ്പ് കിറ്റ് മേടിച്ചു കൊടുക്കണേന്ന് ഒരാഗ്രഹം. അപ്പം ഞാൻ പുള്ളിക്കാരുടെ എന്താ ലിജി ഗിഫ്റ്റ് വേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് മേക്കപ്പ് കിറ്റ് വാങ്ങിക്കാം. അത് ഫേസസ് കാനഡ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ മേക്കപ്പ് ഫിക്സർ. മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. അത് സ്പ്രേ പോലെ സാധനം കേട്ടോ അല്ലേ? മേക്കപ്പ് കഴിഞ്ഞിട്ട് അടിക്കാനുള്ളതല്ലേ? ഓ വെരി ഗുഡ്. ലിജിയുടെ എന്തെല്ലാം സാധനങ്ങൾ. അമ്മ ഓളടിച്ചേട്ടാ. അമ്മയ്ക്ക് മേക്കപ്പ് ഇടാന്. അമ്മയ്ക്ക് വേണ്ട. അമ്മയ്ക്ക് വേണ്ടേ? അമ്മ മാൻ കേട്ടിട്ട് അമ്മയ്ക്ക് വയ്യ. ചോർത്തില്ല. പെട്ടെന്ന് ആവട്ടെ, നോക്കട്ടെ. ഞാൻ ഈ ബർത്ത്ഡേ ലിജി അടിച്ചു വിളിക്കാൻ പോവാ. 25-ാം തീയതി ആട്ടോ ലിജിയുടെ ബർത്ത്ഡേ. അതിന് മുന്നേ ഗിഫ്റ്റൊക്കെ എത്തി. നോക്കട്ടെ ഇതെന്നാ. ഇത് വന്നിട്ട് കൺസീലർ. ഇത് മറ്റേ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ശേഷം തേക്കുന്നില്ലേ, കുഴികളൊക്കെ അടയ്ക്കാം, മുഖത്തെ കുഴികളൊക്കെ അടയ്ക്കുന്ന സാധനം. കൺസീലർ. അത് നമ്മുടെ ഫൗണ്ടേഷൻ കിട്ടുന്ന ശേഷം മുഖത്തെ ഈ ചെറിയ കറുത്ത പാടുകൾ, ആ ഭാഗത്ത് സ്പോട്ടുകളൊക്കെ ഇട്ടിട്ട് അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസീലർ. അത് ഈ മറ്റേ ലിപ്സ്റ്റിക് പോലൊരു സാധനം. ലിപ്സ്റ്റിക്കിൻ്റെ ബോട്ടിൽ പോലെ ഇരിപ്പുണ്ട് സാധനം. അതിനാ ലിപ്സ്റ്റിക്ക് ഞാൻ പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. കുറെ ഉണ്ടെന്നല്ല, തീർന്നില്ലേ? ഇനിയും പറക്കിയെടുക്കുന്നല്ലോ ഒരുപാട് സാധനങ്ങള്. ഏമാ എന്ത് ആധാറോ? അതെ, ഇതാണ് ലിപ്സ്റ്റിക്ക്. ഇത് നൈബെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന സാധനം കേട്ടോ. പണ്ടത്തെ വല്ല തള്ളി കറക്കി മോളിക്കൊണ്ട് സാധനമല്ല, ഇതാണെങ്കിലും വരയ്ക്കുന്ന പോലത്തെ സാധനങ്ങളാട്ടോ ലിപ്സ്റ്റിക്കൊക്കെ. അടുത്ത സെൻറ്റ് കൊടുക്കട്ടെ അമ്മയ്ക്ക്. അടുത്തത് ഇത് പ്രൈമർ. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുന്നേ അടിക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതേതാ? ഇൻസ്റ്റാ ഗ്ലോ ഷീറ്റ് മാസ്ക് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇത്രയും സാധനമാണേ. എന്നാ പിടി. ഈയുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാ. ഇനി ഒരു ഇല്ലമ്മ ഒരു 5-10 ദിവസം ഇടും ആയിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ലക്ഷ്മി ചേച്ചി അയച്ചോളൂ സാധനം കേട്ടോ. ഒരു 10-15 ദിവസം കാണും കയ്യിൽ. അത് ഞാൻ ഇവിടെ അയ്യത്തും പറമ്പിലും ഒക്കെ ഉണ്ട് കിടക്കുന്നതാണ്. അതെ. പിന്നെ എനിക്ക് വേറെ ഗിഫ്റ്റ് വന്നത് ഇതാണ് കേട്ടോ. കുറേ കോംബ് ഐറ്റംസ് ആണ് കേട്ടോ. നമ്മുടെ മെറിന ചേച്ചി അയച്ച സാധനങ്ങളാണ്. ഇതിനകത്ത് ചെറിയ തടിയുടെ ചെറിയ കോമ്പുണ്ട് കേട്ടോ. എല്ലാം മിഡൈസിൽ എന്ന് പറയുന്ന കമ്പനിയുടെ സാധനം കേട്ടോ. കൊള്ളാം, അടിപൊളി സാധനം, അടിപൊളി ചീപ്പാട്ടോ. തടിയുടെ ജീപ്പ്. പണ്ടൊരിക്കൽ ഒരു ട്രെയിനിലൊരു കൊച്ചു ഇങ്ങനെ തടിയുടെ ജീപ്പ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഓർമ്മയുണ്ടോ? ഞാനിവിടെ കുണ്ട്ര വന്നിട്ട് ഞങ്ങൾക്ക് തടിയുടെ ജീപ്പ് വാങ്ങിച്ച് ലിജിക്ക് ഓർമ്മയുണ്ടോ? അന്ന് മേടിച്ച തടിയുടെ ആയിരുന്നു. അത് ഒടിഞ്ഞു പോയി. ഇത് തടിയുടെയാ. തറയിൽ ഒടിഞ്ഞു പോയി. തറ വീണപ്പോൾ ഒടിഞ്ഞു പോയത്. ഇതിപ്പോൾ എന്തായാലും നല്ല ഇതുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട്, തടിയുടെ ഉണ്ട് കേട്ടോ. നല്ല ചീപ്പുള്ള കേട്ടോ. ലിജിയുടെ മുടി ചെയ്യാനായിട്ട് ചീപ്പാണ്. എത്ര ചീപ്പ് മേടിച്ചാലും പിന്നെ ഒരേ കാരണവശാലും അത് നശിച്ച് പൊട്ടിയൊക്കെ പോകും. ഈ പ്രാവശ്യം എന്തായാലും അടിപൊളി ചീപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഗിഫ്റ്റുകളായിരിക്കും അല്ലേ? ഓ എന്തെല്ലാം സാധനങ്ങളുടെ ഒരു ബർത്ത്ഡേക്ക്. നമ്മുടെയൊക്കെ ബർത്ത്ഡേ വന്നാൽ മുട്ടായി പോലും ആരും മേടിച്ചാലില്ല.
ഇല്ലേ വാ. 25-ാം തീയതി ലിജിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യുക. ലിജിക്ക് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ബർത്ത്ഡേക്ക് പായസം വെക്കണം, ബിരിയാണി വെക്കണം എന്നൊക്കെ ഞാനൊന്നും അങ്ങനെ ആരോടും പറയാറില്ല കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം. പക്ഷേ ലിജിക്ക് അങ്ങനെ തന്നെ. ലിജിക്ക് ബർത്ത്ഡേ ആവുന്നതിൻ്റെ ഒരു മാസം മുന്നേ പറയാം എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണം, 2 കേക്ക് മുറിക്കണം, പിന്നെ പായസം വെക്കണം, പിന്നെ ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ കേട്ടോ ലിജിയുടെ ആഗ്രഹങ്ങളെ. അത് കൊണ്ടല്ല അമ്മയ്ക്ക് മൂക്ക് ഭയങ്കര മണം കേട്ടിട്ട് ഈ മണം കേട്ടിട്ട് നമുക്ക് ചൊറിച്ചിൽ വരുന്നത്. അപ്പം ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും നന്ദി, താങ്ക്സ് പറയും. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് സൂസൻ എന്ന് പറഞ്ഞ ഫ്രണ്ടാണ് കേട്ടോ ഈ ഗിഫ്റ്റൊക്കെ അയച്ചത്. അപ്പം ഇതാ മേക്കപ്പ് കിറ്റൊക്കെ, പിന്നെ മറ്റേതൊക്കെ കോമ്പൊക്കെ മെറിന ചേച്ചി അയച്ചേ. മെറിന ചേച്ചി ലിജിക്ക് ഡ്രസ്സൊക്കെ അയച്ചിട്ടുണ്ട്, അതൊക്കെ വരുന്ന വഴിയേ ഉള്ളൂ. പിന്നെ ലിജിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിയൊരു സാധനം അയക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനമുണ്ട്, അതിനായിരുന്നു വീഡിയോയിലൊക്കെ കാണിക്കാം. അപ്പോൾ ഇത് ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇവിടുത്തെ നിർത്തിയെന്നുള്ളൂ. ഒരുപാട് ദിവസം ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വേറെ കൊണ്ടല്ല, എനിക്ക് ചെറിയ സ്റ്റോണിൻ്റെ വേദനയൊക്കെ ആയിട്ട് 2 ദിവസം അങ്ങനെ വേദനയായിട്ട് പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ വർക്ക് ഉണ്ടായിട്ട് അങ്ങനെ പോയി. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തു, ഒരാഴ്ചയായിട്ട് വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ഇപ്പോഴാണ് ഓക്കെ ആയത്. അപ്പോൾ ഓക്കെ ആയപ്പോൾ നിങ്ങൾ വീഡിയോ കാണിച്ചാണ്. അപ്പോൾ എന്തായാലും ലിജിയുടെ വീഡിയോ ബർത്ത്ഡേക്ക് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുക, അത് തന്നെ ഒരുപാട് സന്തോഷം. പിന്നെ എല്ലാവർക്കും നല്ലത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ബൈ പറയും. ബൈ ബൈ ബൈ.